Hi everyone, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ അക്കൗണ്ടിംഗ് ഫോർ മാനേജിയൽ ഡിസിഷൻ എന്ന പേപ്പറിലെ യൂണിറ്റ് 7 ആൻഡ് യൂണിറ്റ് 11 ആണ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. സോ ക്യാഷ് ഫ്ലോ അനാലിസിസ് പറയുന്നതിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഏതൊരു ബിസിനസ് കൺസേൺ ആണെങ്കിലും ദേ പ്രിപ്പയർ സം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. So, ഇത് prepare ചെയ്യുമ്പോൾ we get the net profit or net loss and the financial position of the business in terms of assets, liabilities and capital. അതിനുശേഷം നമുക്ക് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യണം, ഓരോ എലമെൻറ്റ്സ് വൈസ് അനലൈസ് ചെയ്യണം. സോ ഫോർ ദാറ്റ് പർപ്പസസ് വി യൂസ് സം മോർ tools are which are that tools: comparative financial statement, common size statement, ratio analysis, then cash flow statement, fund flow statement. These are the important tools that is used for analysis of financial statement. So ഈ ഒരു വീഡിയോയിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്, ക്യാഷ് ഫ്ലോ അനാലിസിസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. So what is cash flow statement? Cash flow statement, that's a statement which shows the cash flows, cash inflow and cash outflow from the ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലോട്ട് എത്ര ക്യാഷ് വരുന്നു, എത്ര ക്യാഷ് പുറത്തോട്ട് പോകുന്നു, അതും ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ കാണിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് എന്ത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ രണ്ട് പീരീഡ് എടുക്കുമ്പോൾ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷനാണ് എവിടെ കാണിക്കുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. നെക്സ്റ്റ്, advantages or importance of or managerial uses of cash flow statement. Advantages, importance or managerial uses of the cash flow statement. So by preparing the cash flow statement, that help the firm to frame out the short term planning. ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ഇയറിലോട്ടുള്ള പ്ലാനിങ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു എന്നുള്ളതാണ്. കാരണം 1 ഇയറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ക്യാഷ് ഫ്ലോസ്, ഇൻഫ്ലോസ് എത്രയാണ്, ഔട്ട് ഫ്ലോസ് എത്രയാണ്, സോ അത് നമുക്ക് അറിയാൻ കഴിയുന്നു. അതിന് അടിസ്ഥാനത്തിനായിട്ട് നമുക്ക് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനിങ്ങുകൾ റെഡിയാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ ഫോർമുലേഷൻ ഓഫ് ദി financial policies like dividend policy, credit policies, etc. Then it provides a basis for cash budget. Cash budget prepare cheyanulla basis aanu in the cash flow statement, and it reveals the liquidity and solvency. So what is liquidity? Liquidity എന്ന് പറഞ്ഞാൽ the ability of a firm to meet its short term obligation. ഹ്രസ്വകാല കടങ്ങൾ വീട്ടുവാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ആൻഡ് the ability to meet the long term obligation, that's called solvency. And it helps in efficient cash management. ക്യാഷ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും സർപ്ലസ്, ഡെഫിസിറ്റ്, ഈ ഒരു പൊസിഷൻ എത്രത്തോളം ഉണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കി തരുവാനും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൽപ്സ് ടു ക്യാഷ് കൺട്രോൾ. ക്യാഷ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോളിങ് ഡിവൈസസ് എന്ന രീതിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ബൈ യൂസിങ് ക്യാഷ് ബഡ്ജറ്റ് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ട് നമ്മുടെ പാസ്റ്റ് ഇതൊക്കെ, ഫണ്ട് എത്രത്തോളം ചിലവായിട്ടുണ്ട്, എത്രത്തോളം വരവുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഓരോ ഇയറിലും ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതും. നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മുടെ ഓരോ ഓപ്പറേഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൽപ്ഫുൾ ഇൻ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഡിസിഷൻ. ഒരു ഹ്രസ്വ കാലത്തോട്ടുള്ള ഡെസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നു. Then next we have to discuss about the limitations of cash flow statements. Cash flow statement limitations are it ignores non-cash transaction. That means only cash transactions are recorded in the cash flow statement. And because that's already we know that because all these statements are based on the financial statements. That means ട്രേഡിംഗ്, P&L ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്തെല്ലാം തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടോ, ഓൾ ദീസ് ലിമിറ്റേഷൻസ് ആർ ഓൾസോ അഫക്റ്റ് അവർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെക്കാൻ പറ്റില്ല. അതിന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ P&L അക്കൗണ്ട് നിർബന്ധമായിട്ട് ഉണ്ടാക്കിയിരിക്കണം.
അതിലെ ഓരോ ഐറ്റംസ് അനാലിസിസ് പർപ്പസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. ദെൻ ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. ഓൾറെഡി നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് ദാറ്റ് ഷുഡ് ബി റെക്കോർഡ് ഇൻ അവർ അക്കൗണ്ടിങ് ബുക്സ്. സോ ആ അക്കൗണ്ടിങ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലും ഫാക്ട്സും ഫിഗേഴ്സും എന്താണോ ഉള്ളത് അതെല്ലാം എന്തായിരിക്കും, ഹിസ്റ്റോറിക്കൽ നേച്ചർ ആയിരിക്കും. ദെൻ അത് അടുത്തത് ലിമിറ്റഡ് സ്കോപ്പാണ്. ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ക്യാഷ് ഫ്ലോ ആൻഡ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്കോപ്പ് വളരെ കുറവാണ്. അടുത്ത നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ് ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഡിറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. സോ ഡയറക്റ്റ് മെത്തേഡിൽ ഒരു പ്രോബ്ലം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റം നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഒരു ഫോർമാറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് പറയാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ 3 തരത്തിലുള്ള ക്യാഷ് ഫ്ലോസ് ഉണ്ടാവുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ആദ്യം എഴുതേണ്ടത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ദി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ദെൻ അടുത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ദി ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് എത്ര ക്യാഷ് ഫ്ലോ ഉണ്ടായി. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് വാങ്ങുക വിൽക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ ഷെയർ, ഡിബഞ്ചർ, ലോണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇഷ്യൂ ചെയ്യുന്നത്, അത് റെഡീം ചെയ്യുന്നത്, റീപേ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടാവും. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ്. സോ എങ്ങനെയാണ് ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ്? ആദ്യം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും ഓൾറെഡി ക്വസ്റ്റ്യനിൽ. സോ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദി നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ദെൻ ആഡ് ഓൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഏതൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ വരും, പ്രിലിമിനറി എക്സ്പെൻസസ്, റൈറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, റൈറ്റ് റിട്ടേൺ ഓഫ് goodwill, patents, etc., right, return of loss on sale of fixed assets, provision for full debts, dividend paid, underwriting commission, return of, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് എന്ത് പറയുന്നത്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് കുറച്ചിരിക്കണം. റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സെട്ര. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉൾപ്പെടുത്തുന്നതിന് മുന്നേ ഉള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇനി അതിനോട് കൂടെ എന്ത് ചെയ്യണം, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ, കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ ക്യാഷ്, ബാങ്ക് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കറണ്ട് അസറ്റും എടുക്കാം. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കറണ്ട് അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, കൂടും അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കറണ്ട് അസറ്റ് കുറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്തു, വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ദെൻ ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ആഡ് ചെയ്യേണ്ടത്, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഓരോ ഐറ്റം ഇൻഡിവിജ്വൽ ആയിട്ട്, ഇപ്പോൾ സ്റ്റോക്കാണ് കുറഞ്ഞിട്ടുള്ളത്, അപ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ സ്റ്റോക്ക് ആഡ് ചെയ്യുക. ദെൻ അതല്ല ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ഡെപ്റ്റേഴ്സ് കുറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആഡ് ചെയ്യുക. അങ്ങനെ ഏതാണോ ഐറ്റം എന്ന് നോക്കുക, ആ ഐറ്റം വൈസ് അത് ആഡ് ചെയ്യുക. ദെൻ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് കൂടുകയാണെങ്കിൽ, കറണ്ട് ലയബിലിറ്റി കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി ലെസ് ചെയ്യേണ്ടത് എന്താണ്, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് കൂടി, കറണ്ട് അസറ്റിൽ ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. ഇതൊക്കെ ഓരോ ഐറ്റം ബൈ ഐറ്റം നോക്കണം. ഏത് ഐറ്റമാണോ കൂടുന്നത്, അത് കറണ്ട് അസറ്റാണ് കൂടുന്നതെങ്കിൽ ലെസ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റിയാണ് കൂടുന്നതെങ്കിൽ ആഡ് ചെയ്യുക. ആ ഒരു റൂള് പാലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. എന്താ കിട്ടുക, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അതിൽ നിന്ന് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് ലെസ് ചെയ്യുക.
ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലസ് ഓർ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാഷ് ഫ്രം ഓർ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ട്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വിറ്റാൽ കിട്ടുന്നത്, അപ്പോൾ ഫണ്ട് വരികയാണ് അല്ലേ. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫണ്ട് ഇങ്ങോട്ട് കിട്ടിയല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ പകരം ക്യാഷ് കിട്ടും. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്കറിയാം ഫിക്സഡ് അസറ്റ് വിറ്റാൽ ക്യാഷ് കിട്ടും, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റാൽ ക്യാഷ് കിട്ടും, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ഫണ്ട് കിട്ടും, ഡിവിഡൻഡ് റിസീവ് ചെയ്യുമ്പോൾ ഫണ്ട് കിട്ടും. അതായത് പിന്നെ നോക്കി നോക്കൂ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് വാങ്ങുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഫണ്ട് നമുക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. വാങ്ങുകയാണെങ്കിൽ ഫണ്ട് നമുക്ക് പോവുകയാണ്. ഫണ്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫണ്ട് പോവുകയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ, സോ ക്യാഷ് പോവുകയായതുകൊണ്ട് അത് ലെസ് ചെയ്യണം. ക്യാഷ് കുറയ്ക്കാനുള്ളത് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ഇതേപോലെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതിന് എന്ത് പറയാം? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളത് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. സോ ആദ്യം പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിലൂടെ, അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ 2 lakhs ഉണ്ട്, നെക്സ്റ്റ് ഇയറിൽ 2,50,000 ഉണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോക്കൂ. സോ 50,000 കൂടിയിട്ടുണ്ട്. അത് എന്താണ്? പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് അതിലൂടെ ഫണ്ട് റേസ് ചെയ്തതാണ്. അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ളതാണ്. ഫണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ആഡ് ചെയ്യാം. ദെൻ പ്രൊസീഡ്സ് ഫ്രം ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്, ഡിബഞ്ചേഴ്സ് ലോങ് ടേം ബോറോയിങ്സിലൂടെ ശേഖരിച്ച ഫണ്ട് ദെൻ റീപേ ചെയ്യുക. അതായത് ഈ ഫണ്ടൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കാൻ സമയമായി നമ്മൾ തിരിച്ചടയ്ക്കണം. അപ്പോൾ നമ്മളെടുത്ത് ക്യാഷ് പോകും. അതുകൊണ്ട് ഇവിടെ -2 റെഡീം ചെയ്യുക. ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ ഷെയർ ഡിബഞ്ചറൊക്കെ പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ടി വരും. സോ അതും നമ്മൾ ബ്രാക്കറ്റിലോട്ട് ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്. ഇതാണ് എന്ത്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഇനി എന്ത് ചെയ്യുക? നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ്. അപ്പോൾ 3 തരത്തിലുള്ള ക്യാഷ് ഫ്ലോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീൻ്റെ ക്യാഷ് ഫ്ലോ കിട്ടിയിട്ടുണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോ കിട്ടിയിട്ടുണ്ട്, ഫൈനാൻസിങ്ങിൻ്റെ ക്യാഷ് ഫ്ലോ കിട്ടിയിട്ടുണ്ട്. ഇത് 3ഉം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ബാലൻസിനെ നിങ്ങൾക്ക് പറയാം പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയാം. നെഗറ്റീവ് ആണെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ഇക്വലൻസ് എന്ന് പറയാം. അപ്പോൾ നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ അതിനോട് കൂടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് ക്യാഷും പ്ലസ് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കണം? ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് കിട്ടിയിരിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ബാലൻസ് തന്നിട്ടുണ്ട്. ബാലൻസ് ഓൺ 35,000. നോക്കൂ, ഇത് ക്യാഷാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ക്യാഷ് ബാലൻസ് ആണ് 35,000. പിന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് 27,83,000 കിട്ടിയിട്ടുണ്ട്. ഇഷ്യൂ ഷെയർസ് 3 lakhs ആണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് 1,28,000. പിന്നെ സപ്ലയേഴ്സിന് കൊടുത്തത്, ഫിക്സഡ് അസറ്റ് വാങ്ങാൻ കൊടുത്തത്, ഓവർ ഹെഡ്സ് കൊടുത്തത്, സാലറി, ഇൻകം ടാക്സ്, ഡിവിഡൻഡ് പെയ്ഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ബാങ്ക് ലോണ് റീപേ ചെയ്തിട്ടുണ്ട്. മൊത്തമുള്ള എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. കൂടാതെ ബാലൻസ്, ക്യാഷിൻ്റെ ബാലൻസ് എൻഡിൽ 2,00,000 എത്രയുണ്ട്? 12,000 ആണ്. എൻഡിൽ നോക്കുകയാണെങ്കിൽ 2,12,000 ആണ് ഉള്ളത് അല്ലേ. പിന്നെ അതുകൊണ്ട് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3 തരം ആക്ടിവിറ്റീസാണ്: ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ്. സോ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. ഇനി റെസിപ്റ്റ്, ഈ ഒരു മോഡൽ ഞാൻ പറഞ്ഞു. അവിടെ ആദ്യത്തെ ഈ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് അറിയപ്പെടുക. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ക്യാഷ് ഫ്രം ഓപ്പറേഷൻ, ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഈ ഇൻവെസ്റ്റിങ്ങും ഫൈനാൻസിങ്ങും ഒക്കെ കോമൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം, ഇതിലെങ്ങനെ ചെയ്യുക വെച്ചാൽ കിട്ടിയ ഇൻകംസൊക്കെ ആദ്യം എഴുതുക. അതിൽ നിന്നും കൊടുത്തതൊക്കെ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക എന്നുള്ള. ക്യാഷ് റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് 27,83,000. ഇതേ ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, അത് കുറച്ചു. പിന്നെ പേയ്മെൻറ്റ്, ഓവർ ഹെഡ്സ് കൊടുത്തു, സാലറി കൊടുത്തു, ഇൻകം ടാക്സ് കൊടുത്തു. ഈ കൊടുത്തത് മൊത്തം എന്ത് ചെയ്യാനുള്ളതാണ്? കുറയ്ക്കാനുള്ളതാണ്.
ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൽ ഈ രീതിയിൽ ചെയ്യുക. കാരണം അതിൽ അസറ്റ് ലയബിലിറ്റി ഒന്നുമില്ല. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ. പിന്നെ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മളത് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് എത്രയുണ്ട്? 2,23,00,000 ഉണ്ട് അല്ലേ? 23 lakhs അല്ലേ ഉള്ളത്? ഇല്ല, 2,30,000 അല്ലേ? 2,30,000 ആണ് പേയ്മെൻറ്റ് ഫോർ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പേയ്മെൻറ്റ് ഫോർ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് വാങ്ങി. ഇവിടെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് വിറ്റാൽ നമുക്ക് ക്യാഷ് കിട്ടും. അതുകൊണ്ട് 1,28,000 നമുക്ക് പോസിറ്റീവാണ്. വാങ്ങി നമുക്ക് ക്യാഷ് പോകും. 2,30,000 എന്താണ്? മൈനസ് ആണ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇത് ക്യാഷ് പേ ചെയ്തത് 2,30,000. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ ഈ ഐറ്റവുമായി ബന്ധപ്പെട്ട്. സോ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എഴുതാം. 1,02,000. ഇനി അടുത്തത് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഷെയർ, ഡിബഞ്ചർ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്. ഷെയർ 3 lakhs ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഡിബഞ്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ ഡിബഞ്ചേഴ്സ് ഉണ്ടോ നോക്കൂ. അതേ നോക്കൂ, ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട്. ഡിവിഡൻഡൊക്കെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അവിടെ എടുക്കണം കേട്ടോ. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് എടുക്കണം. അറ്റ് ദി സെയിം ടൈം വി ഷുഡ് ഷോ ഇൻ ദി ക്യാഷ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. സോ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് 3 lakhs, ലോണ് കൊടുത്തിട്ടുണ്ട്. ഒരു ലോണ് 2,50,000 കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് 50,000. അപ്പോൾ കൊടുത്തത് ഡിവിഡൻഡൊക്കെ കൊടുക്കുകയാണ്. ഈ രണ്ടെണ്ണം കൊടുത്തത് കാരണം ബ്രാക്കറ്റിൽ വന്നു. ഇത് 3 lakhs ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മൈനസ് ആണ്. -30,000. ക്യാഷ് ജനറേറ്റഡ് ഫ്രം പറയുന്നതിനേക്കാളും ബെസ്റ്റ് ക്യാഷ് ലോസ്റ്റ് ഇൻ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് എഴുതുകയാണ്. ക്യാഷ് ലോസ്റ്റ് ഇൻ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഇനി എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ഓപ്പറേഷൻ്റെ ഇത് കണ്ടു അല്ലേ? ക്യാഷ് ഫ്ലോ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഏത് കണ്ടിട്ടുണ്ട്? ഇൻവെസ്റ്റിംഗ് കണ്ടു. അത് കഴിഞ്ഞ് ഫൈനാൻസിങ് കണ്ടു. ഇത് മൂന്നും കൂടി തമ്മിൽ ആഡ് ചെയ്യാണ് നെക്സ്റ്റ് വേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻക്രീസ് ഇൻ 1,77,000 കിട്ടും. അതിനോട് കൂടെ നിങ്ങളുടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്തു. അപ്പോൾ 2,12,000 കിട്ടും. ഇത്രയേ ഉള്ളൂ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. തിയറിയും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 14 ആണ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ്. വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്? റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും നോളജും സ്കില്ലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്ത് സെഗ്മെൻറ്റ് ചെയ്തിട്ട് ഓരോ യൂണിറ്റായിട്ട് മാറ്റും. അതാണ് റെസ്പോൺസിബിലിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റിന് ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റില്ലേ, അതേപോലെ തന്നെ എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ടാസ്കും അതിൻ്റെ ടാർഗറ്റും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് റെഡിയാക്കുന്ന പരിപാടിയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഓവറോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദി കോസ്റ്റ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ. ദെൻ ഓവറോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. Then what are the principles of responsibility accounting? On the first, responsibility centers. What is responsibility centers എന്ന് പറഞ്ഞാൽ എൻ്റയർ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കറിയാം പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് തിരിക്കില്ലേ, അതേപോലെ ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആയിട്ട് തിരിക്കുന്നു. എന്നിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ കൊടുക്കുന്നു. അത് ഇന്ന ടൈമിന് എപ്പോഴാണോ പറയുന്നത് അന്നേരത്തേക്ക് അത് റെഡിയാക്കുക. ദെൻ റെഡ്യൂസ് കോസ്റ്റ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം, എയിം ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അടുത്ത ഫ്ലെക്സിബിൾ ബജറ്റിംഗ് പ്രിപ്പറേഷൻ. ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബജറ്റിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി, ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് കാണിക്കുന്ന ബജറ്റാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. സോ ആ ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ അടുത്തത് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് ആണ്. പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് ഓരോരുത്തരുടെ ഓരോ റെസ്പോൺസിബിലിറ്റി യൂണിറ്റിൻ്റെയും ഓവറോൾ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷന് സഹായിക്കുന്നു. ഇതിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളതും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉൾപ്പെടുത്താൻ പറ്റും. ദെൻ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റുമാണ് കമ്പയർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയിക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എംപ്ലോയീസിനെ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷനും പിന്നെ അവരെ ഒരു കാര്യം തന്നെ നമ്പർ ഓഫ് ടൈംസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ സ്പെഷ്യലൈസേഷൻ വരും എന്നുള്ളത്. സോ അങ്ങനെ സ്പെഷ്യലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് ലെവൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ദെൻ എസെൻഷ്യൽസ് ഓഫ് സക്സസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ സക്സസ്സിന് കാരണം ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഡിവൈഡ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, segments, that means responsibility unit. And so first of all നമ്മൾ അത് ചെയ്യും. Then next we ensure the participations of the all members of the organization and the manager should be held responsible focused. So നമുക്കറിയാം ഓരോ റെസ്പോൺസിബിൾ യൂണിറ്റും we should assign to specific ഒരു പ്രത്യേക ഒരു മാനേജറെ പുള്ളിയെ നമ്മളത് ഏൽപ്പിക്കുന്നു. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ അത് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ കൺട്രോളബിൾ കോസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജേഴ്സിൻ്റെ ഡെസിഷൻ കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചിലവുകളാണെങ്കിൽ ദാറ്റ് വാട്ട് വി സേ controllable cost, otherwise it is called uncontrollable cost. And the main aim of responsibility accounting to achieve our organizational objectives, and it helps to delegate the authority and responsibility. Large size ഓർഗനൈസേഷനിലാണ് ഈ പറഞ്ഞിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ മൊത്തത്തിലുള്ള എൻറ്റയർ ടാസ്ക് ടോപ്പ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ടോപ്പ് ലെവൽ അതോറിറ്റീസ് ആർ റെഡി ടു ഡെലിഗേറ്റ് ദർ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വിത്ത് ദി lower and middle level management. And employees are also get motivated by giving adequate number of incentive packages, and they set standard, the top level set standard for the performance. അങ്ങനെ അവരെ എപ്പോഴും എന്ത് ചെയ്യുക, ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു. അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട മറ്റു നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ അതും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് റെഗുലർ ഇവാലുവേഷൻ ഓഫ് ദി പെർഫോമൻസിൻ്റെ ആൻഡ് ദ ഇഫ് the responsibility centers find any deviation the actual and the standard, and they should take necessary steps to avoid or reduce this deviation. And uses of the responsibility accounting. എന്തെല്ലാം യൂസസ് ആണ്? ഫസ്റ്റ് പെർഫോമൻസ് ഇവാലുവേഷൻ, ബിക്കോസ് ഓൾറെഡി വി സെഗ്മെന്റ് ദി ഓൾ എൻറ്റയർ യൂണിറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു evaluate the performance of each responsibility centers, and here we delegate the authority. So middle level and lower level managers are very happy to do all these things because they get some more powers and authority to do all these things. And motivation, അവർക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കും. ദെൻ അടുത്തത് കറക്റ്റീവ് ആക്ഷൻ, because എല്ലാത്തിനും there is a plan of action. Whenever there is a plan of action, it should be coordinated with എന്തുണ്ടായിരിക്കും, കൺട്രോളിങ്ങും ഉണ്ടായിരിക്കും. പ്ലാനിങ് വിത്ത് കൺട്രോളിങ് അല്ലേ, സൈമൾട്ടേനിയസ് ആയിട്ടാണ് പോകുന്നത്. സോ നമുക്ക് അങ്ങനെ ആകുമ്പോൾ പ്ലാൻ ചെയ്തത് എല്ലാം കൺട്രോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റി. എന്തെങ്കിലും ഒരു റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് റിസൾട്ട് വി ഷുഡ് ടേക്ക് ദി കറക്റ്റീവ് ആക്ഷൻ. ദെൻ അടുത്തത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഓർഗനൈസേഷനിലാണ് ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് നടപ്പിലാക്കുന്നത്. സോ മാനേജേഴ്സ് should concentrate only those things
verb, big deviations are shown. എല്ലായിടത്തും മേ ബി ചിലപ്പോൾ ഡീവിയേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ, സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ ഡീവിയേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാത്തിലും എന്ത് ചെയ്യേണ്ട, മാനേജേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളിൽ മാത്രം വലിയ വലിയ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സുകൾ അതേപോലെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ just comment it, and thank you. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.